കലിപ്പായി അയാള് കലിപ്പായി. അയാള് പോയില്ല, ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അതോടുള്ള ദേഷ്യത്തിന് മാറ്റി. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു വെറൈറ്റി സ്ഥലത്താണുള്ളത്. ഞങ്ങളിവിടെ സ്വീഡന്റെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ഗോത്തൻബർഗ്. ഇവിടുത്തെ പറയുന്നത് ഗോത്തബോറി, അവിടെയാണുള്ളത്. അപ്പൊ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ. ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ഇങ്ങോട്ടുള്ള ട്രാവല് ഞങ്ങൾ ആക്ച്വലി റെക്കോർഡ് ചെയ്യാനായിട്ട് നോക്കിയെങ്കിലും കൊടുക്ക തിരക്കായിരുന്നു അല്ലേ, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങള് അതിന്റെ ഇടയിൽ ക്യാമറ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പോയില്ല. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ട്രെയിൻ യാത്ര ഒന്ന് എടുക്കണം. കാരണം ഇവിടുത്തെ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്റർടൈനിങ് ആണ് അല്ലേ, നല്ല ശാന്തതയാണ്, നല്ല വൃത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ റോക്കറ്റ് സ്പീഡിലാണ് വരുന്നത്. എത്ര കിലോമീറ്ററിലാണ് വരുന്നത്? 150-200 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് വരുന്നത്. അപ്പൊ നല്ല രസമാണ്. അപ്പൊ ഈ കിടക്കുന്ന ട്രെയിനുകളൊക്കെ എല്ലാം ഈ ബുള്ളറ്റ് ട്രെയിൻ സെറ്റപ്പാണ്. എല്ലാം ഭയങ്കര സ്പീഡിൽ പോകുന്ന ട്രെയിനുകളാണ്. ഇത് കാണുന്നത് സബ്വേ ആണെങ്കിലും അതിന്റെ ബാക്കിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇത് കണക്റ്റഡ് ആയിട്ടുള്ള ബസ് ടെർമിനലാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പക്ഷെ വിന്റർ ആണ്, മഞ്ഞൊന്നുമില്ല. പക്ഷെ മഞ്ഞ് കുറച്ചാളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ മഞ്ഞൊക്കെ പോയി. ഇപ്പൊ തന്നെ ഇരുട്ടാവും അല്ലേ. ഇന്ന് വന്നതിന്റെ പർപ്പസ് പറയല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ. പിന്നെ വിഷ്ണു ജോബിനല്ലേ. എനിക്ക് ജോലി ഓൾറെഡി ഒരു മാസമായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. പക്ഷെ വ്ളോഗിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഇന്ന്. അതുപോലെ തന്നെ പിന്നെ ജോലിക്കും പോണം. പ്രാവ് പിന്നല്ലേ, ഇതിനെ ആരും ഒന്നും ചെയ്യില്ല. ഇതാണ് ബസ് ടെർമിനൽ, ഇത് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടാലോ അല്ലേ, എന്നിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങാം, പോണം. കാരണം നമുക്ക് എങ്ങോട്ടാ പോകണ്ട ശരിക്കും? നമുക്ക് പോകാനുള്ള അങ്ങോട്ടാ. എന്തെങ്കിലും വാങ്ങണോ? പ്രൈസ്, ആ സ്റ്റുഡന്റ് പ്രൈസ് എന്നുള്ളടത്ത് രണ്ടുപേർക്കും കിട്ടുമോ? ജസ്റ്റ് ചോദിച്ചു നോക്കാം. ഇതൊക്കെയാണ് ഓരോ ഷോപ്പുകൾ ഇവിടെ ഉള്ളത്. 2 for 35 ഒക്കെയാണ്. എനിക്ക് അത്ര ടൈപ്പ് ഇഷ്ടമില്ല. ആ ടൈപ്പ് ഉള്ള സാധനം ഇഷ്ടമുള്ള മറ്റേ നമ്മുടെ പട്ടയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ബണ്ണ, അതെനിക്ക് ഇഷ്ടമില്ല. ഓക്കെ, അപ്പൊ ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഇതിന്റെ കണ്ടോ അല്ലേ, ഇവിടെ ആളുകൾ ഇരിക്കും. പുറത്തോട്ട്, ബസ് സ്റ്റേഷന്റെ പുറത്തോട്ട് ആളുകളെ കടത്തി വിടൂല. കണ്ടോ, ബസ്സുകൾ ഇറങ്ങുന്നുണ്ടോ? പക്ഷെ ആൾക്കാരൊന്നും പുറത്തില്ലല്ലോ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ടെർമിനൽസ് കണ്ടോ, 22, 23, 24 അവിടെ വണ്ടി വന്ന് നിൽക്കും. വണ്ടി അവിടെ വന്ന് നിൽക്കും. എന്നിട്ട് ആ സമയത്ത് ഓപ്പൺ ചെയ്യും. അപ്പൊ നേരെ ബസ്സിൽ കയറണം, ഇറങ്ങാനുള്ളവർ ഇറങ്ങി പോരണം. അതാണ്. നമുക്ക് തിരിച്ചു പോയല്ലോ. ശരിക്കും അതിന്റെ ഫേസ് കാണാൻ പറ്റും തോന്നുന്നു. അതിനുള്ള ആരും ഉണ്ട് കേട്ടോ. ക്രിസ്മസ് അവിടെ പോയി ഇരിക്കുക, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ, വീഡിയോ എടുക്കാൻ പറ്റിയ ഉണ്ടോ? ഇതിന്റെ ഫ്രണ്ട് കാണിക്കും. ഓ, നല്ല ഫേസ് ഇരിക്കാലോ. എന്ത് തിരക്കാണല്ലേ. യൂഷ്വലി ഇത്രയും തിരക്ക് വരാറില്ല. ഇപ്പൊ മറ്റേ ഞാൻ തിരുവനന്തപുരമല്ലേ, ഇത്രയും തിരക്ക് യൂഷ്വലി ഇവിടെ വരില്ല. ഫ്രൈഡേ അല്ലേ. ഇത് എനിക്ക് തോന്നുന്നു വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യണ ഒരു വീക്കെൻഡിന്റെ സ്റ്റാർട്ട് അല്ലേ, അതായിരിക്കും. എവിടെ ഇത് കണ്ടോ, ഇതാണ് ഞാൻ സ്ഥിരം എടുക്കാറ്. 2 for 25 എന്നാണെങ്കിലും 2 for 25 ആണെങ്കിൽ ബില്ല് വരുമ്പോൾ 27 ആയിരിക്കും. ഇത് എത്രയാന്ന് പറയാം നാട്ടിലെ പ്രൈസ് പറ? നാട്ടിൽ എനിക്കറിയില്ല. 25 സെക്ക്. അപ്പൊ ഏകദേശം 220 സംതിങ് ആയിരിക്കും. എല്ലാം അല്ല, ഡിഫറെന്റ് പ്രൈസാ. ഇത് കണ്ടോ, ഇതിന് 2 എണ്ണത്തിന് 39. പിന്നെ അവിടെ ഫ്രൂട്ട്സ് ഇരിക്കണുണ്ടോ, ഫ്രൂട്ട്സ് പഴത്തിന് കണ്ടോ, അത് കാണിച്ചു നോക്കാം. അത് ഒരെണ്ണത്തിന് 10. ഏതെടുത്താലും 2 എണ്ണത്തിന് 18, 3 എണ്ണത്തിന് 25. മറ്റേത് സ്വിഷ് വെച്ച് നേരെ പുറത്ത് കാണാനാണ് ബസ് ടെർമിനൽ. ഇവിടുത്തെ നോട്ട്സ് 10 ആണ് പറയുന്നത്. അവിടെയാണ് ബസ്സും ട്രാം എല്ലാം നിർത്തുന്നത്. ഇനിയിപ്പോ നമുക്ക് പോകാനുള്ളത് ഒന്നുകൂടി നോക്കണം. ടാക്സി ഇറങ്ങണുണ്ടോ? ഇവിടെ നാട്ടിലെ കണക്ക് തന്നെയാണ്. ഉള്ള വണ്ടി എടുക്കുക, ടാക്സി ആക്കാം. വേറെ കുറെ ഡെവലപ്ഡ് കൺട്രീസിൽ അതിനൊരു ഫിക്സ്ഡ് വണ്ടി ഉണ്ടാവില്ലേ, ഫിക്സ് ടൈപ്പ് ഓഫ് വണ്ടി ഉണ്ടാവും. ഇവിടെ കണ്ടോ ബെൻസ് കണ്ടോ, ബസ്സുകൾ പോകണുണ്ടോ, ഓരോ നമ്പർ ഇട്ട് ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഒന്നുകൂടി ഈ ആപ്പിൽ നോക്കണം. നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് ഇനി ട്രാം 53-നാണ്. 3 മിനിറ്റ്. ബി അല്ലേ പറഞ്ഞ ഞാൻ? ഇതാ വന്ന ട്രെയിൻ കണ്ടോ, ട്രെയിൻ അല്ല ട്രാം. ഇങ്ങോട്ട് കയറി ഇവിടെ ഇത് സ്കാൻ ചെയ്തിട്ടാട്ടോ, ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ടാണ് കയറേണ്ടത്. ഇത് ബസ് ഒരേ ലൈനാണല്ലോ. ബസ് പോകുന്നതും ട്രാമിനും ഒരേ ലൈനാ. അങ്ങോട്ട് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? തൊട്ടടുത്താ. എവിടെ സ്കാൻ ചെയ്യണ്ടേ? ഇനി നമുക്ക് B2 പോയി നിൽക്കണം. B2 A1
B1 B2. B2. തണുപ്പ് കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പൊ തണുപ്പില്ല, കുറച്ച് കഴിയുമ്പോ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും. ആണോ? കണ്ടോ, നേരത്തെ കണ്ട ആ കടയില്ലേ പ്രസ് ബൈറൻ എന്ന് പറഞ്ഞിട്ട്, ആ ഷോപ്പ് അതൊരു ചെയിൻ പോലെ ഇങ്ങനെ കമ്പോള സ്ഥലത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു? റാമില് വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല, ബസ്സിലെ കയറുന്ന ഇതുപോലെ തോന്നിയുള്ളൂ. റാമ് പല ടൈപ്പ് പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഇതും തോന്നുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോഴാണ്. പിന്നെ പോകുന്നത് റാമിനൊക്കെ ആ ബസ് വളഞ്ഞു തന്നെ ഉണ്ട്, ട്രെയിൻ പോലെ. ഇത് ട്രാഫിക്കിലുള്ള വണ്ടിയല്ല, പക്ഷെ ഇവിടുത്തെ ബസ്സുകൾ ഇതാണ്. താൻ ഹാംസ്റ്ററിലെ ബസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം? ലെങ്ത് ഇല്ല. അതുപോലെ ആ കണക്ഷൻ ഇല്ലേ, ട്രെയിൻ പോലെ മറ്റേ ആ മിഡിലുള്ള കണക്ഷൻ അതില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി താൻ ഹാംസ്റ്ററിൽ എത്തിക്കഴിയുമ്പോഴല്ലോ, അപ്പോഴാണ് ഹാംസ്റ്ററിന്റെ ഒരു സൈസ് തനിക്ക് മനസ്സിലാവുള്ളൂ. വളരെ ചെറുതാണ്. താനെന്താ വായന പുകയൊക്കെ വിടണേ? തണുപ്പില്ലെന്നല്ല താൻ പറഞ്ഞേ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചൂട് ഞാൻ കൊടുക്കണം. ഈ ഇരിക്കുന്ന പ്രാവുകളൊക്കെ ഇല്ലേ, ഫുഡ് നോക്കിയിരിക്കുക. എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുത്തു അത് ഇപ്പം എന്താ ഇവിടെ അങ്ങനെ ചെയ്യരുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇവിടെ കയ്യിൽ വന്നിരിക്കും. ചുമ്മാ പറ്റിച്ചാലോ? ഒന്നും കയ്യിലില്ല, ചുമ്മാ കൈ നീട്ടി പിടിച്ചത് ഇങ്ങനെ നിന്നാലോ? നീട്ടി പിടിച്ച് നോക്ക്. അയ്യോ, ഈ വണ്ടിയാണോ? എങ്ങനെയുണ്ട് യാത്ര? എനിക്ക് വലിയതൊന്നും തോന്നില്ല. യൂഷ്വലി കുറച്ചുകൂടി തിരക്കുണ്ടാവും. പക്ഷെ ഇപ്പൊ സീറ്റ് കുറവല്ലേ, 2 ബസ്സിന്റേതായ സീറ്റ് ഒന്നും ഇല്ലല്ലോ. ഇതിന്റെ ആവശ്യം കൂടെ ഉണ്ടോ? കാരണം മിനിറ്റിന് മാത്രം ആളുകളുണ്ടോ ഇവിടെ? അല്ലല്ലോ. ആൾക്കാര് സൗകര്യം, ഇത്രയും ടാക്സ് പേ ചെയ്യണല്ലേ, ആൾക്കാരുടെ സൗകര്യം, അതാണ് ഇവിടുത്തെ മെയിൻ പർപ്പസ്. നമ്മുടെ ഡെക്കാത്തലോൺ കറക്റ്റ്, നമ്മുടെ ഡെക്കാത്തലോൺ ആണ് ഇവിടെ. ശരി, എനിക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ അതുപോലെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡെക്കാത്തലോൺ അമേരിക്കൻ കമ്പനിയല്ലേ, നല്ല ഫാസ്റ്റ് ആയിട്ടാ പോകുന്നത്. ഇത് വണ്ടിയൊക്കെ ഓടിക്കുന്നതിന് സമ്മതിക്കണം. അല്ല, എനിക്ക് കാസർഗോഡിലേക്കാട്ടിൽ കുറച്ച് ഡിഫറൻസ് തോന്നി. ഇവിടെ കൂടുതൽ ഇപ്പൊ പേരൊക്കെ ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ടുണ്ട്, ബോർഡുകളും. കുറച്ചുകൂടി ആളുകൾ എണ്ണം കൂടുതലാണ്, പുറത്തുനിന്നുള്ള ആളുകളും കൂടുതലാണ്. മറ്റടുത്ത് കൂടുതൽ സ്വീഡിഷ് ആണ്. അതൊരു ചെറിയൊരു സിറ്റി അല്ലേ ആ സൈഡ് മൊത്തം അല്ലേ വീടുകളാ. ഇവിടെ ഇഷ്ടം പോലെ ഇന്ത്യൻസ് താമസിക്കുന്ന സ്ഥലമുണ്ടോ? ഇനി നമുക്കിത് റൈറ്റ് ആണല്ലോ. കലിപ്പായി അയാള് കലിപ്പായി, അയാള് പോയില്ല, വണ്ടി തന്നെ ഉണ്ട്. അവരോടുള്ള ദേഷ്യത്തിന് മാറ്റിക്കെടുത്തത്. ശരിക്കും ഇത് ഇവിടെ സിഗ്നൽ ഉണ്ട്. വലിയ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധനം നോക്കണം. ഇപ്പൊ പോവാം. പീന്ന് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ചാടി മാറിക്കൊള്ളണം. ട്രെയിൻ വന്നത് ഭയങ്കര സ്പീഡാണ്. അടുപ്പിച്ച് വണ്ടി ഇട്ടോണ്ട് പെട്ടെന്ന് എത്തിയതുപോലെ കയ്യാളിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നു. ഇന്ന് പണിയെടുക്കുന്നത് പൈസ ഒന്നുമില്ല. ഞാൻ സ്ഥിരം എടുക്കണ വണ്ടിയാണ് ഇലക്ട്രിക് സ്കൂട്ടർ. ആ പിങ്ക് വിഷ്ണു ഓഫീസിലേക്ക് കേറുകയാണ്. ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം വിഷ്ണു വർക്ക് ആണെങ്കിൽ വണ്ടി വേണം. അപ്പൊ വണ്ടി എടുക്കാനായിട്ട് ആള് അകത്തേക്ക് പോയേക്കാണ്. ഓഫീസിലാണ് കയറുന്നത്. ഞാനിവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യണം. ആണ് ഇവരുടെ ഒരു ലൊക്കേഷൻ വരുന്നത്. നമ്മള് വർക്ക് സ്റ്റാർട്ട് ചെയ്തു, പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, പിന്നെ വല്ലിക്ക് കുറച്ച് വാങ്ങാനുണ്ട്. അപ്പൊ ആദ്യം നമ്മള് അവിടെ പോയി വല്ലിനെ ഡ്രോപ്പ് ചെയ്യും. ഞാൻ മറന്നുപോയത് എനിക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. കണ്ടോ, നമ്മൾ ഇവിടെ വേറൊരു വണ്ടി ഉള്ളപ്പോ നമ്മള് അവിടെ നിൽക്കണം. ഇവിടുന്ന് വണ്ടി വരുമ്പോ നമ്മള് നിർത്തി കൊടുക്കണം. ഇവിടെ വണ്ടി ഓടിക്കല് നല്ല സുഖമല്ലേ, ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അതായത് ഈ റൗണ്ട് അബൌട്ടിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വന്നോന്നാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വന്നെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ട് നമുക്ക് അതിൽ കയറ്റാം. എന്നിട്ട് നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്കാണ് കുറച്ച് നേരത്തേക്ക്. നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടിനെ വേണമെങ്കിൽ വിടാം. ഹൈബ്രിഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇതിന്റെ നമ്മൾ റണ്ണിങ്ങിൽ ചാർജ് ആണ് വണ്ടി. ഇതിന്റെ ഒരു റേഞ്ച് ഒരു 210 കാണിക്കണത് കിലോമീറ്റർ. പക്ഷെ ആക്ച്വൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും. ഇവിടെ ഭയങ്കര കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. എല്ലാ ദിവസവും വരുമ്പോൾ ഡിഫറെന്റ് വഴി കൂടെ ആയിരിക്കും നമ്മൾ വണ്ടി ഓടിച്ച് പോവാ. റെയിൽവേ ക്രോസ് ആട്ടോ. ഞാൻ വേറെ വണ്ടിയുടെ കീ ഒന്നും എടുത്തില്ലല്ലോ. അല്ലേ തിരിച്ചുകൊണ്ട് ഇപ്പൊ നമ്മള് റൈറ്റ് തിരിയണം. ഇവിടുന്ന് നമ്മൾ ഈ ലൈനിലോട്ട് കയറും. പക്ഷെ ഇവിടെ നിർത്തി കൊടുക്കണം. പക്ഷെ അവിടെ നിർത്തണം വണ്ടി ഉണ്ടെങ്കിൽ. പിന്നെ ഈ ബസ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടോ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ബസ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിലുള്ള വണ്ടി നിർത്തി കൊടുക്കണമെന്നാണ്. അപ്പൊ നമ്മള് ബസ്സിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബസ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടത്. അതുകൊണ്ട് നമുക്ക് എടുത്തിട്ട് പോവാം സ്പീഡിൽ. തൃശ്ശൂരിനെ റൗണ്ട് അബൌട്ടിന്റെ നാടെന്ന് പറയില്ലേ, പക്ഷെ ആക്ച്വലി അത് സ്വീഡനാണ്.
ഞാനങ്ങനെ പലതും വിചാരിക്കും. നമുക്ക് ഇനി ഇവിടുന്ന് പോകാനുള്ളത് ലെഫ്റ്റിലോട്ടാ. ശരിക്കും ഞാൻ സ്ട്രെയിറ്റാ പോണത്. നമ്മൾ നിർത്തി കൊടുക്കണമായിരുന്നു ഇയാൾക്ക്. ഞാൻ ചവിട്ടിയിട്ട് വണ്ടി നിന്നില്ല കേട്ടോ. പക്ഷെ നമ്മളിപ്പോ മെയിൻ റോഡിലോട്ട് കയറാൻ പോകട്ടോ, അല്ലേ മോട്ടോർ വേയിലോട്ട് കയറാൻ പോകും. ഓ, അത് ബസ് ലൈനാ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തു. ഈ ബസ്സിന്റെ ലൈൻ ഇപ്പൊ തീരും കേട്ടോ. അപ്പൊ നമ്മളത് തിരിച്ചാ ലൈനിലോട്ട് കയറും. പേടിയാവണ്ടല്ലേ? എന്തിന്? എനിക്ക് ഭാഗ്യമില്ല. ശരിക്കും നാളെ 120 ലൈനിലോട്ട് കയറാൻ പറ്റിയായിരുന്നെങ്കിൽ പറപ്പിച്ച് വിടായിരുന്നു. ഇവിടെ ബസ്സിന്റെ ലൈൻ തീർന്നു. നമ്മൾ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യും. അവിടെ വെച്ച് ബസ് ലൈൻ തീർന്നു. അപ്പൊ നമ്മൾ ഇവിടുത്തെ എക്സിറ്റ് എടുത്തിട്ട് നമുക്ക് റൈറ്റിലോട്ടാ പോകേണ്ടത്. ഇപ്പൊ ഇതിന്റെ മോട്ടോർ വേ എൻഡ് ചെയ്തു. ഇനി ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എത്രയാ? 50. അപ്പൊ നമ്മൾ 50ലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. 80 80. ഇവിടെ നമുക്ക് തിരിയാട്ടോ. ഇപ്പൊ നേരെ പോകണം. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. നമുക്ക് ഇല്ല, ആ ഒരു സംഭവം ഒരു തെറ്റിദ്ധാരണയാട്ടോ. അത് നമ്മുടെ ഫസ്റ്റ് ബ്രെയിൻ അഡാപ്റ്റ് ചെയ്യണ സാധനം. എനിക്ക് ഒരു ചലഞ്ചിങ് ഉണ്ടായിരുന്നില്ല അതില്. പക്ഷെ ഇല്ലില്ല. പക്ഷെ ടെൻഡൻസി വന്നത് ബാക്കിയുള്ള കാര്യങ്ങളില്ലേ, നമ്മൾ നാട്ടിൽ സ്ഥിരം ചെയ്യണ കാര്യങ്ങള്, ഇൻഡിക്കേറ്റർ ഇടുക, വൈപ്പർ ഇടുക, അതൊക്കെ ഇല്ലേ. അപ്പൊ ഇതാണ് വലിയ സാധനം മേടിക്കാൻ വന്ന കട. അപ്പൊ വലിയ സാധനങ്ങൾ എടുത്തോ? എടുക്കാം. സമയം എടുക്കൂല എന്തായാലും? ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കൂല. അരമണിക്കൂറൊന്നും എടുക്കല്ല, അധികം സാധനങ്ങളില്ലല്ലോ. എന്നാ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് പോവാം. ഇവിടെ വെജിറ്റബിൾസിന്റെ ഏരിയ ആണ്. കപ്പ, ചിക്കൻ, ഫിഷ് ഉണ്ടോ? ഫിഷ് ആയതല്ല. ആ, ഇത് ഫിഷാ. ശരിയാ, ഫിഷാ. പരിപ്പടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹാംസ്റ്റഡിലെത്തി. സാധനങ്ങളൊക്കെ വാങ്ങി, വർക്ക് കഴിഞ്ഞു. തിരിച്ച് വന്ന ട്രെയിന് മുട്ടുക്കത്ത തിരക്കായിരുന്നു അല്ലേ. ഞാൻ ട്രെയിനിലുള്ള യാത്രയൊന്ന് നടന്നങ്ങ് കാണിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. പിന്നെ ഒരു ദിവസം ആവാല്ലേ. അപ്പൊ കുറെ ലേറ്റ് ആയി. ഇപ്പൊ ഇവിടെ 1 മണിയായി. ഇതാണ് നമ്മുടെ അല്ല വലിയ, ഇതാണ് നമ്മുടെ ഹാംസ്റ്റഡിന്റെ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് മുകളിലോട്ട് കയറാനുള്ള മോളിൽ നല്ല വ്യൂ ആയിരിക്കും. ഇതാണ് ഹാംസ്റ്റഡ് റെയിൽവേ സ്റ്റേഷൻ. വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. മഴയൊക്കെ പെയ്തിട്ട് ഇപ്പൊ ഫുള്ള് മഴ ആയതുകൊണ്ട് പക്ഷെ കാണാൻ പറ്റും. ഗ്ലാസിന്റെ ഇടയിൽ കൂടെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, പക്ഷെ കാണാം. നല്ല ഭംഗി. എന്ത് ഭംഗിയാന്ന് നോക്കിയല്ലേ. ചെറിയതാണേലും നല്ല രസമാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വൃത്തിയാണ്. ഇവിടുന്ന് ഇറങ്ങിട്ട് അങ്ങോട്ടുള്ള വ്യൂ നോക്കിയാൽ അമ്പോ, ഇത് കണ്ടോ എന്ത് ഭംഗിയാ നോക്കണേ. ഇതാണ് ഹാംസ്റ്റഡ് സിറ്റിയുടെ ചെറിയൊരു ഭാഗമാണ്. വളരെ കുഞ്ഞു സിറ്റിയാണ്. ഒരു 10 കിലോമീറ്റർ ചുറ്റളവ് ഉള്ളതേ ഉള്ളൂ. നമ്മൾ ഇന്ന് പോയ സിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്. ഇന്ന് പോയ സിറ്റി സ്വീഡനിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി അല്ല വലിയ? ഗോതംബർഗ് അല്ലേ? ഗോതംബർഗ്. ഇത് ഈ ഇലക്ട്രിക് വണ്ടികൾ ഇരിക്കണോ? ഇത് എടുക്കുന്നുണ്ടോ? എടുത്തിട്ട് പോവാം. അത് നടന്നാ മതിയോ? എന്റെ അമ്മ എത്ര എണ്ണാ നോക്കി. നടക്കോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് ഇവിടുത്തെ സ്റ്റേഷൻ. ഇവിടെ ട്രെയിനിന്റെ ഇൻഫർമേഷനും ഇത് ട്രെയിൻ ഫുൾ കംപ്ലീറ്റ് ട്രെയിനിന്റെ ഇൻഫർമേഷൻ. ഇത് ബസ് പോകുന്ന ടൈമൊക്കെയാണ്. കണ്ടോ ഇവിടെ ഇങ്ങനെ നമ്മള് ഗോതംബർഗ് കണ്ട പോലെ തന്നെ ഓരോ നമ്പർ ഇട്ട് വെച്ചേക്കാണ്. അവിടെ വണ്ടി വന്ന് നിർത്തും, നമ്മൾ കയറി പോയേച്ചാൽ. പക്ഷെ ഇവിടെ ഇത് ചെറിയ സിറ്റി ആയതുകൊണ്ട് ഇവിടെ ബസ്സോ ആക്ടിവിറ്റീസ് ഒക്കെ കുറവാ. അനക്കൊന്നുമില്ല. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇതെടുത്തിട്ട് പോവാം. നമുക്ക് 2 പേർക്കും കൂടി കയറി പോകാൻ പറ്റുമോ? എന്നെ മറിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ബാക്കിൽ നമ്മുടെ ഹാംസ്റ്റഡ് സിറ്റി ആണ്. ഒരുപാട് ലേറ്റ് ആയി. 1 മണി കഴിഞ്ഞല്ലോ. 1 മണി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ. ബൈ. See you.